ഹായ്. പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും ആങ്ങളമാരുമൊക്കെ ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ടാൽ സന്തോഷം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പെൺകുട്ടികൾക്ക് കിട്ടുന്ന അമിതമായ വാത്സല്യവും ചേർത്തു പിടിക്കലും അവരെ സംരക്ഷിക്കലും ഒക്കെ കാണുമ്പോൾ അത്തരം ഭാഗ്യങ്ങളൊന്നുമില്ലാത്ത നിരവധി പെൺകുട്ടികളെ അറിയാവുന്ന ഒരു കരിയർ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന സംഗതി വളരെ അപകടകരമായി മാറിയ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് കല്യാണം മോശമായതുകൊണ്ടല്ല, അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടി ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു PG ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കൊള്ളാവുന്നൊരു കല്യാണാലോചന വരുന്നത്. ആ സമയത്ത് മിക്കവാറും വീട്ടുകാർ ഒരു നാട്ടു നടപ്പല്ലേ, അപ്പോൾ കെട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രതീക്ഷ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാലും ജോലിയൊക്കെ വാങ്ങാമല്ലോ, അങ്ങനെ വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ പലപ്പോഴും പല കുട്ടികളുടെ ജീവിതത്തിലും പിന്നെ വലുതായിട്ടൊന്നും സംഭവിക്കാറില്ല. അവർ പിന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, പിന്നെ ആ കുഞ്ഞിനെ നോക്കാൻ ഒരു 3-4 കൊല്ലം പോകും. അപ്പോൾ ചിലപ്പോൾ വീണ്ടും അടുത്ത കുഞ്ഞാവും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു 10-35 വയസ്സാകുന്നത് അറിയത്ത് പോലുമില്ല. പിന്നെ ഇവർക്കൊരു ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഒരു ടെസ്റ്റ് എഴുതി പുതിയ ജോലി വാങ്ങാനുള്ളൊരു അവസ്ഥയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വളരെ പിരിമുറുക്കത്തോടുകൂടി ജീവിക്കുന്ന നിരവധി പെൺകുട്ടികൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പണ്ട് ONV സാറ് പാടിയതുപോലെ, മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മമൽപാൽപമായി നീറ്റുമേതോ ചിതയിൽ ഒരായുസ്സുകൊണ്ടേ സതിയനുഷ്ഠിപ്പവൾ എന്ന് പാടിയതുപോലെ ആ അവസ്ഥയിൽ ജീവിക്കുന്ന നിരവധി കുട്ടികൾ എനിക്കറിയാം. അതുകൊണ്ട് ദയവേത് പെൺകുട്ടികളോടാണ് പറയുന്നത്, സ്വന്തം കാലിൽ നിൽക്കാതെ ഒരു ജോലി നേടാതെ, PhD എടുക്കുന്നതും MA എടുക്കുന്നതും ഒന്നുമല്ല കഴിവ്, ജോലി വാങ്ങുന്നതാണ് കഴിവ്. ഒരു ജോലി വാങ്ങാതെ ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പോകരുത്, പണി കിട്ടും. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് കാശുണ്ടെന്ന് വെച്ചോ, ഇട്ടുമൂടാനുള്ള പണം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്നത് പോലെ ധനവും ആരോഗ്യവും അറിവും സ്വയം ആർജിക്കണം. എങ്കിൽ മാത്രമേ ജീവിക്കാൻ ഒരു ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉണ്ടാകൂ. ഇത്രയും സമയം ശ്രദ്ധിച്ചതിന് നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.